ഒരു വലിയ കാടിന്റെ ഹൃദയഭാഗത്ത് പച്ചപുതച്ച മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു താഴ്വരയിൽ പാറക്കെട്ടുകൾക്കിടയിൽ വളരെ വലുതും സങ്കീർണവുമായ ഒരു ഉറുമ്പിൻകൂടുണ്ടായിരുന്നു. ഈ കൂട് സാധാരണ ഉറുമ്പുകൂടെന്ന് പറയാൻ കഴിയില്ല, മറിച്ച് ആയിരക്കണക്കിന് ഉറുമ്പുകൾ ഒരു വലിയ സമൂഹമായി ചിട്ടയോടെയും പരസ്പരം സഹായിച്ചും ജീവിക്കുന്ന ഒരു നഗരം തന്നെയായിരുന്നു അത്. അവിടെ ചുമടുതാങ്ങികളായ ഉറുമ്പുകളും വേലക്കാരായ ഉറുമ്പുകളും കൂടുപണിയുന്നവരും ഭക്ഷണം ശേഖരിക്കുന്നവരും അങ്ങനെ എല്ലാവരും അവരവരുടെ ജോലികളിൽ വ്യാപൃതരായിരുന്നു. അവർക്കെപ്പോഴും തിരക്കായിരുന്നു. ഒരു നിമിഷം പോലും അവർ വെറുതെ ഇരിക്കാറില്ല. വേനൽക്കാലം വരുമ്പോൾ അവർക്കറിയാം, മഴക്കാലം അതിശക്തമായിരിക്കും, ചിലപ്പോൾ പ്രളയവും കൊടുങ്കാറ്റും വരാം. അതുകൊണ്ട് തങ്ങളുടെ സമൂഹത്തിന്റെ അതിജീവനത്തിനായി ഓരോ ഉറുമ്പും ഒരുമയോടെ കഠിനാധ്വാനം ചെയ്തു. മഴവെള്ളം കയറാതെ കൂട് ബലപ്പെടുത്താനും വരുന്ന മാസങ്ങളിലേക്ക് ആവശ്യമായ ഭക്ഷണം ശേഖരിക്കാനും അവർ രാവും പകലും പ്രയത്നിച്ചു. ഈ ഉറുമ്പ് സമൂഹത്തിൽ ചിക്കുവും ബിക്കുവും എന്ന 2 യുവ ഉറുമ്പുകളുണ്ടായിരുന്നു. അവർക്ക് എന്നും ഉത്സാഹമായിരുന്നു. പുതിയ ഭക്ഷണ ഉറവിടങ്ങൾ കണ്ടെത്താനും വലിയ ഭാരങ്ങൾ കൂട്ടിലേക്കെത്തിക്കാനും അവർക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. ചെറുപ്പക്കാരാണെങ്കിലും കഠിനാധ്വാനത്തിന്റെ പ്രാധാന്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ നേരം വെളുക്കുന്നതിനു മുമ്പ് അവർ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഭക്ഷണം തേടി ദൂരയാത്രകൾ നടത്തും. ഒരു ദിവസം പതിവുപോലെ ചിക്കുവും ബിക്കുവും കാടിന്റെ ഉൾഭാഗത്തേക്ക് ആഹാരം തേടിപ്പോയി. ഏറെ ദൂരം സഞ്ചരിച്ചപ്പോൾ അവർക്കൊരു അത്ഭുതം കാത്തിരിപ്പുണ്ടായിരുന്നു. ഒരു മരത്തിന്റെ ചുവട്ടിൽ മധുര പലഹാരത്തിന്റെ ഒരു വലിയ കഷണം. അത് ഒരു സാധാരണ ഉറുമ്പിന് ഒറ്റയ്ക്ക് വഹിക്കാവുന്നതിലും എത്രയോ വലുതായിരുന്നു. അത്രയും വലിയൊരു ഭക്ഷണം കിട്ടിയപ്പോൾ അവർക്ക് അതിയായ സന്തോഷമായി. തങ്ങളുടെ സഹോദരങ്ങൾക്കായി ഇത് കൂട്ടിലെത്തിക്കാൻ അവർക്ക് തിടുക്കമായി. അവർ ആ മധുരക്കഷണം കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് ആകാശം പെട്ടെന്നിരുണ്ടത്. കാടിന്റെ ഭാവം മാറി. ശക്തമായ ഇടിമിന്നൽ അകലെ മുഴങ്ങി. കാറ്റിന്റെ വേഗത പതിയെ പതിയെ കൂടാൻ തുടങ്ങി. മരങ്ങൾ ഭയാനകമായ ശബ്ദത്തോടെ ആടാൻ തുടങ്ങി. ഒരു വലിയ കൊടുങ്കാറ്റ് വരുന്നു. കാടിന്റെ ഓരോ കോണിൽ നിന്നും ഉറുമ്പുകൾ പരസ്പരം മുന്നറിയിപ്പ് നൽകി. ഭീമാകാരമായ മഴത്തുള്ളികൾ മരച്ചില്ലകളിൽ തട്ടി നിലത്തേക്ക് വലിയ ശബ്ദത്തോടെ പതിക്കാൻ തുടങ്ങി. കാറ്റ് ആഞ്ഞുവീശിയപ്പോൾ മരങ്ങൾ ശക്തമായി ആടിയുലഞ്ഞു. ചിക്കുവിനും ബിക്കുവിനും വല്ലാത്ത ഭയം തോന്നി. ഈ മധുരപലഹാരക്കഷ്ണം ഉപേക്ഷിച്ച് കൂട്ടിലേക്ക് ഓട്ടി രക്ഷപ്പെടാനുള്ള പ്രവണത അവരുടെ മനസ്സിൽ ഒരു നിമിഷം ഉദിച്ചു. പക്ഷെ അവർ പരസ്പരം നോക്കി. അവരുടെ കണ്ണുകളിൽ ഒരുതരം ദൃഢനിശ്ചയം തിളങ്ങി. നമുക്ക് ഈ ഭക്ഷണം നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ചിക്കുവിന്റെ ശബ്ദം ഭയത്തെ കീഴടക്കി. നമ്മളിത് കൂട്ടിലെത്തിച്ചേ തീരൂ. ഈ മഴക്കാലത്ത് നമ്മുടെ സമൂഹത്തിലെ ഉറുമ്പുകൾക്ക് ഇത് വലിയ സഹായമാകും. നമ്മുടെ സഹോദരങ്ങൾക്ക് ഇതാവശ്യമാണ്. പക്ഷേ ഇത് വളരെ വലുതാണ്. നമുക്കിത് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ബിക്കുവിന്റെ ശബ്ദത്തിൽ ഭയം ഇപ്പോഴും നിറഞ്ഞിരുന്നു. കൊടുങ്കാറ്റ് കൂടിക്കൂടി വരുന്നുണ്ട്. നമുക്ക് മരിക്കാം. മരിക്കില്ല. നമ്മൾ ശ്രമിക്കണം. ഒരുമിച്ച് ശ്രമിച്ചാൽ നമുക്കിത് ചെയ്യാൻ കഴിയും. ചിക്കുവിന് ദൃഢനിശ്ചയമായിരുന്നു. നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചത് ഓർമ്മയില്ലേ? എത്ര വലിയ പ്രതിസന്ധിയുണ്ടായാലും പിന്മാറരുത് എന്ന്. അവർ ആ മധുരപലഹാരക്കഷ്ണത്തിൽ ശക്തിയായി കടിച്ചുപിടിച്ചു. അതിനെ മെല്ലെ ഉയർത്തി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ശക്തമായ കാറ്റിൽ അവർക്ക് ബാലൻസ് നഷ്ടപ്പെട്ടു. കൂറ്റൻ മഴത്തുള്ളികൾ അവരുടെ കുഞ്ഞൻ ശരീരത്തിൽ തട്ടി അവർക്ക് മുന്നോട്ടു പോകാൻ പ്രയാസമായി. പക്ഷെ അവർ പിന്മാറിയില്ല. ഓരോ അടിയും മുന്നോട്ട് വെക്കുമ്പോൾ അവർ തളർന്നു. എന്നാൽ അവർ പരസ്പരം നോക്കി ശക്തി നേടി. അവരുടെ മനസ്സിൽ ഒരേയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഈ ഭക്ഷണം ജീവൻ പണയം വെച്ചും കൂട്ടിലെത്തിക്കുക. ചിലപ്പോൾ കൊടുങ്കാറ്റ് അവരെ പിന്നോട്ട് തള്ളി. ചിലപ്പോൾ മഴവെള്ളം അവരെ ഒഴുക്കിവിട്ടു. പാറകളിലും മണ്ണിലും തട്ടി അവർ പലതവണ വീണുപോയി. പക്ഷെ ഓരോ തവണയും അവർ വേദന സഹിച്ചെഴുന്നേറ്റു. വീണ്ടും ആ വലിയ മധുരപലഹാരക്കഷ്ണം പിടിച്ച് മുന്നോട്ട് നീങ്ങി. അവരുടെ ചെറിയ കാലുകൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ ഭാരം. കാറ്റും മഴയും അവരുടെ കാഴ്ചയെ മറച്ചു. അവർക്ക് ശ്വാസം മുട്ടി. എന്നിട്ടും അവരുടെ മനസ്സിലെ നിശ്ചയദാർഢ്യം ഒരു കൊടുങ്കാറ്റിനും തകർക്കാൻ കഴിയാത്തത്ര വലുതായിരുന്നു. അവർ പരസ്പരം താങ്ങും തണലുമായി ഓരോ ഇഞ്ചും മുന്നോട്ട് നീങ്ങി. ഒരുപാട് കഷ്ടപ്പാടുകൾക്കൊടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം ഏറെ വൈകിയാണെങ്കിലും അവർ ഉറുമ്പിൻകൂടിന്റെ പ്രവേശന കവാടത്തിനടുത്തെത്തി. അപ്പോഴേക്കും കൊടുങ്കാറ്റ് അതിന്റെ ഉച്ചസ്ഥായിയിലായിരുന്നു.
ഇടിമിന്നൽ തുടരെ തുടരെ വെട്ടി കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുമെന്ന അവസ്ഥയായി. കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് മറ്റു ഉറുമ്പുകൾ അവരെ കണ്ടു. അവരെ സഹായിക്കാൻ വേണ്ടി ചിലർ പുറത്തേക്ക് വരാൻ ശ്രമിച്ചു. പക്ഷേ ശക്തമായ കാറ്റും മഴയും കാരണം അവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. അവർ ആകാംക്ഷയോടെ ചിക്കുവിനെയും ബിക്കുവിനെയും നോക്കി. എങ്ങനെയൊക്കെയോ ചിക്കുവും ബിക്കുവും ആ മധുരപലഹാര കഷ്ണം കൂട്ടിന്റെ ഇടുങ്ങിയ പ്രവേശന കവാടത്തിലൂടെ ഉള്ളിലേക്ക് തള്ളിവിട്ടു. അത് കണ്ടതും കൂട്ടിന്റെ ഉള്ളിലെ എല്ലാ ഉറുമ്പുകൾക്കും സന്തോഷമായി. ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് ഭക്ഷണമെത്തിച്ച ഈ ധീരരായ ഉറുമ്പുകളെ എല്ലാവരും അഭിനന്ദിച്ചു. പുറത്ത് കൊടുങ്കാറ്റ് അതിന്റെ സംഹാരതാണ്ഡവം ആഞ്ഞുവിഷിക്കൊണ്ടിരുന്നു. പക്ഷെ കൂട്ടിന്റെ ഉള്ളിൽ എല്ലാവർക്കും ആഹാരം കിട്ടി. ചിക്കുവും ബിക്കുവും ക്ഷീണിച്ച അവശരായിരുന്നുവെങ്കിലും അവരുടെ മനസ്സിൽ വലിയൊരു സന്തോഷവും സംതൃപ്തിയും തോന്നി. തങ്ങളുടെ കഠിനാധ്വാനവും പിന്മാറാത്ത മനസ്സും പ്രതിസന്ധിയിൽ ഒരുമയോടെ നിന്നതുകൊണ്ടുമാണ് ഈ ഭക്ഷണം കൂട്ടിലെത്തിക്കാൻ കഴിഞ്ഞതെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അവരുടെ ത്യാഗം ഉറുമ്പ് സമൂഹത്തിന് ഒരു പുതിയ പാഠം നൽകി. അങ്ങനെ ആ കൊടുങ്കാറ്റ് അവസാനിച്ചപ്പോൾ ഉറുമ്പിൻകൂട്ടിലെ എല്ലാവരും ചിക്കുവിന്റെയും ബിക്കുവിന്റെയും കഠിനാധ്വാനത്തെയും സ്ഥിരോത്സാഹത്തെയും ഓർത്ത് അഭിമാനിച്ചു. അവർക്ക് മനസ്സിലായി, ഏത് പ്രതിസന്ധിയിലും കഠിനാധ്വാനം ചെയ്യാനും ഒരുമിച്ച് നിൽക്കാനും ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോകാനും കഴിഞ്ഞാൽ എത്ര വലിയ ലക്ഷ്യവും നേടാൻ സാധിക്കുമെന്ന്. ഓരോ ചെറിയ പരിശ്രമവും അചഞ്ചലമായ മനസ്സും വലിയ വിജയങ്ങളിലേക്ക് നയിക്കും. കഥയുടെ സാരം: കഠിനാധ്വാനവും സ്ഥിരോത്സാഹവുമുണ്ടെങ്കിൽ ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. എത്ര വലിയ വെല്ലുവിളി വന്നാലും പരിശ്രമവും മനസാന്നിധ്യവും കൈവിടാതെ മുന്നോട്ടു പോവുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. കൂട്ടായ പ്രവർത്തനവും ലക്ഷ്യബോധവും പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാൻ സഹായിക്കും.